നിങ്ങളുടെ തലച്ചോറിന് വെറും 13 മില്ലി സെക്കൻഡ് മാത്രം നിങ്ങൾ കണ്ട ചിത്രങ്ങളെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ കണ്ണുകളുടെ പിൻഭാഗത്ത് പതിക്കുന്ന ചിത്രം യഥാർത്ഥത്തിൽ തലകീഴായിട്ടാണ് ഇരിക്കുന്നത്. തലച്ചോറാണ് ശരിയായ കാഴ്ചയാക്കി അതിനെ പിന്നീട് തിരിച്ചിടുന്നത്. മനുഷ്യർക്ക് ലംബമായി 100 ഡിഗ്രിയും തിരശ്ചീനമായി 190 ഡിഗ്രിയും കാണുവാൻ കഴിയും. കൂടാതെ ഏകദേശം 10 ലക്ഷം നിറങ്ങളെ വേർതിരിക്കുവാനും സാധിക്കും. പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും സജീവമായ പേശികൾ ഏതാണ്? അത് കണ്ണുകളെ നിയന്ത്രിക്കുന്ന പേശികൾ തന്നെയാണ്. അതിലുപരിയായി നമ്മുടെ കാഴ്ച അത്രമേൽ സംവേദനക്ഷമമാണ്. വെറും 5 മുതൽ 7 വരെ ഫോട്ടോണുകൾ മാത്രമുള്ള ഒരു പ്രകാശകിരണത്തെ പോലും അതിന് തിരിച്ചറിയുവാൻ കഴിയും. എന്നിരുന്നാലും അതിശയിപ്പിക്കുന്ന ദൃശ്യശേഷികൾ പ്രകൃതിയിൽ സംഭവിക്കുന്നുണ്ട്. നമ്മെ ചുറ്റിപ്പറ്റിയുള്ള മൃഗങ്ങളെയും പ്രത്യേകിച്ച് പ്രാണികളെയും കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. വ്യത്യസ്തമായ പരിണാമപരമായ ദൗത്യങ്ങളും ജീവിത സാഹചര്യങ്ങളും ഉള്ളതിനാൽ അവയുടെ കാഴ്ച നമ്മുടേതിനേക്കാൾ തികച്ചും വ്യത്യസ്തമാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അവരുടെ കണ്ണുകളിലൂടെയാണ്. ഈ മൃഗങ്ങളെല്ലാം ലോകത്തെ എങ്ങനെയാണ് കാണുന്നത്? ആദ്യം നമുക്ക് മൃഗങ്ങളുടെ കാഴ്ചയെക്കുറിച്ച് ശാസ്ത്രജ്ഞർ എങ്ങനെയാണ് പഠിക്കുന്നത് എന്ന് കണ്ടെത്താം. നമ്മുടേതുപോലുള്ള കാഴ്ചയുള്ള മനുഷ്യർക്ക് വ്യത്യസ്തമായ രീതിയിൽ കാണുന്നത് എങ്ങനെയുണ്ടാകും എന്ന് സങ്കല്പിക്കാൻ വളരെയേറെ പ്രയാസമായിരിക്കും. റെറ്റിനയിൽ 2 തരം റിസപ്റ്റുകൾ അടങ്ങിയിരിക്കുന്നു: റോഡുകളും കോണുകളും. റോഡുകൾ വെളിച്ചവും ഇരുട്ടും വേർതിരിക്കുമ്പോൾ കോണുകൾ നിറങ്ങളെയാണ് വേർതിരിക്കുന്നത്. ഒരു മൈക്രോസ്കോപ്പിലൂടെ റോഡുകളും കോണുകളും നോക്കുന്നത് വഴി ഒരു മൃഗത്തിൻ്റെ നിറങ്ങൾ കാണുവാൻ കഴിയുമോ എന്ന് പറയുവാൻ സാധിക്കും. തലച്ചോറിലെ സ്കാനിങ്ങുകൾക്ക് ഒരു മൃഗം നിറത്തോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അതോ പ്രതികരിക്കുന്നുണ്ടോ എന്നും വെളിപ്പെടുത്തുവാൻ കഴിയും. നിറങ്ങളിലെ മാറ്റങ്ങളോട് തലച്ചോറിലെ ചില ഭാഗങ്ങൾ സജീവമാകുന്നുണ്ടോ എന്നും നമുക്ക് നിർണ്ണയിക്കുവാൻ കഴിയും. തീർച്ചയായും മൃഗങ്ങൾ കൃത്യമായി എങ്ങനെ കാണുന്നു എന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല. നമ്മുടെ അറിവ് വിവിധ പഠനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. ഉദാഹരണത്തിന്, മാനുകൾക്ക് ലൈക്കൺ കണ്ടെത്താൻ സഹായിക്കുന്ന അൾട്രാവയലറ്റ് രശ്മികൾ കാണുന്നത് എങ്ങനെയുണ്ടാകുമെന്ന് സത്യത്തിൽ നമുക്കറിയില്ല. അതുപോലെ കൊതുകുകൾ ഇൻഫ്രാറെഡ് കിരണം കാണുന്നത് എങ്ങനെയാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇത് ഏറ്റവും കൂടുതൽ രക്തമുള്ള ഭാഗങ്ങൾ കണ്ടെത്താൻ അവരെ അനുവദിക്കുന്നു. മൃഗങ്ങൾക്ക് പ്രാഥമികമായി ഭക്ഷണം കണ്ടെത്തുവാനോ മറ്റൊരാളുടെ ഭക്ഷണമാകാതിരിക്കുവാനോ ആണ് കാഴ്ച ആവശ്യമെന്ന് ഓർക്കുക. ഉദാഹരണത്തിന്, പ്രാണികൾക്ക് കോമ്പൗണ്ട് ഐസാണുള്ളത്. അവയിൽ ഒമാറ്റീഡിയ എന്നറിയപ്പെടുന്ന പ്രത്യേക കോണാകൃതിയിലുള്ള മൂലകങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഓരോന്നും കണ്ണിന് മുന്നിലുള്ള വസ്തുവിൻ്റെ ഒരു ചെറിയ കഷ്ണം മാത്രം കാണുന്നു. അത് ആ വസ്തുവിൻ്റെ ഒരു മൊസൈക്ക് ചിത്രം സൃഷ്ടിക്കുന്നു. ഉദാഹരണത്തിന്, തേനീച്ചകളുടെ കണ്ണുകളിൽ ആയിരക്കണക്കിന് ഇത്തരത്തിലുള്ള മൂലകങ്ങളുണ്ട്. ഈ മൃഗങ്ങളെയോ പ്രാണികളെയോ പോലെ നമുക്ക് ലോകത്തെ അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അത് എത്രത്തോളം വ്യത്യസ്തമായിരുന്നേനെ എന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. നമുക്ക് ഏറ്റവും അടുത്തുള്ള സസ്തനികൾ ഈ ലോകത്തെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന് കാണാം. നമുക്ക് നായ്ക്കളിൽ നിന്ന് തന്നെ തുടങ്ങാം. നായ്ക്കൾ ഈ ലോകത്തെ കറുപ്പിലും വെളുപ്പിലുമാണ് കാണുന്നത് എന്നാണ് നമ്മളിൽ പലരും ചിന്തിക്കുന്നത്. പക്ഷേ അത് തെറ്റാണ്. ഇതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. മനുഷ്യൻ്റെ കണ്ണുകൾക്ക് നിറം നൽകുന്ന 3 തരം കോണുകളുണ്ട്. അത് 3 വ്യത്യസ്ത തരംഗ ദൈർഘ്യമുള്ള വെളിച്ചത്തെ വേർതിരിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. നമ്മുടെ തലച്ചോർ ഈ തരംഗ ദൈർഘ്യങ്ങളെ നീല, ചുവപ്പ്, പച്ച എന്നിങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. മിക്ക സസ്തനികളെയും പോലെ തന്നെ നായ്ക്കൾക്ക് 2 തരം കോണുകളുണ്ട്. ഇത് നീലയെ മഞ്ഞയിൽ നിന്ന് വേർതിരിക്കുവാൻ അവരെ സഹായിക്കുന്നു. പക്ഷേ ചുവപ്പിനെ പച്ചയിൽ നിന്ന് വേർതിരിക്കുവാൻ സഹായിക്കുന്നില്ല. അതിനാൽ അവയുടെ കാഴ്ച 3ാമത്തെ തരം കോൺ ഇല്ലാതെ ചുവപ്പ്, പച്ച വർണ്ണാന്തതയുള്ള ഒരു മനുഷ്യന് സമാനമായിരിക്കും. ഇത്തരം മനുഷ്യകാഴ്ചയുമായി താരതമ്യം ചെയ്താൽ നായ്ക്കൾ എങ്ങനെ കാണുന്നു എന്ന് നമുക്ക് ഊഹിക്കാം. നീലയും മഞ്ഞയും നിറങ്ങൾ കാണുവാൻ നായ്ക്കൾക്കും മനുഷ്യർക്കും റെറ്റിനയ്ക്കുള്ളിലെ ന്യൂറോണുകളെയാണ് ആശ്രയിക്കുന്നത്. മഞ്ഞ വെളിച്ചം കോണിൽ പതിക്കുമ്പോൾ അവ ഉത്തേജിതരാകുന്നു. എന്നാൽ നീല വെളിച്ചം ഏൽക്കുമ്പോൾ പ്രവർത്തനം തടസ്സമാവുകയും ചെയ്യുന്നു. തൽഫലമായി നായ്ക്കൾ നീലയും മഞ്ഞയും നിറങ്ങൾ തിരിച്ചറിയുന്നു. എന്നിരുന്നാലും ചുവപ്പും പച്ചയും വെളിച്ചം ന്യൂറോണുകളിൽ നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്നു. ഇതിൻ്റെ അർത്ഥം ഈ നിറങ്ങളിൽ നിന്ന് സിഗ്നലുകളൊന്നും അയക്കപ്പെടുന്നില്ല എന്നും തലച്ചോറ് അവയെ തിരിച്ചറിയുന്നില്ല എന്നുമാണ്. അതിൻ്റെ ഫലമായി നിങ്ങൾ ഒരു ചുവന്നതോ പച്ചയോ ആയ തക്കാളി കാണുന്നിടത്ത് നായ്ക്കൾക്ക് അത് കറുപ്പും വെളുപ്പുമായാണ് കാണുവാൻ സാധിക്കുക. എന്നിരുന്നാലും സാധാരണയായി ചുവന്ന വസ്തുക്കൾ പച്ചയേക്കാൾ ഇരുണ്ടതായി കാണപ്പെടാറുണ്ട്.
അതിനാൽ ഇരുണ്ട ചുവപ്പുള്ള ഒരു ആപ്പിൾ മിക്കവാറും ചുവപ്പായി തന്നെ അവ തിരിച്ചറിയും. രസകരമെന്ന് പറയട്ടെ, നായ്ക്കൾ നമ്മളെക്കാൾ കൂടുതൽ നീലയുടെ ഷെയ്ഡുകൾ കാണുന്നുവെന്ന് സന്ധ്യാസമയത്ത് നല്ലതുപോലെ പൊരുത്തപ്പെടുമെന്നും ചില വിവരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അവർക്ക് മങ്ങിയ ചിത്രമേ ലഭിക്കൂ, എങ്കിലും ചലനങ്ങൾ കണ്ടെത്തുന്നതിൽ അവർ വളരെ മികച്ചവരാണ്. നായ്ക്കളെല്ലാം തലകീഴായി കാണുന്നു എന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് അവയുടെ റെറ്റിനയിലെ ചിത്രം യഥാർത്ഥത്തിൽ തലകീഴായതുകൊണ്ടാണ്. പക്ഷേ ഇത് മനുഷ്യർക്കും ബാധകമാണ്. എന്നിരുന്നാലും നമ്മുടെ തലച്ചോറ് ഈ ചിത്രങ്ങളെ ശരിയായി ക്രമീകരിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു നായ വെള്ളം കുടിക്കുവാൻ തല താഴ്ത്തുകയാണ് ചെയ്യുക, അല്ലാതെ തല ഉയർത്തുകയല്ല. അതിനാൽ തലകീഴായി കാണുന്ന ഒരേ ഒരു ജീവി പറക്കുന്ന കുറുക്കൻ എന്ന ഫ്ലൈയിങ് ഫോക്സ് മാത്രമായിരിക്കും. ഇനി നമുക്ക് പൂച്ചകളുടെ കണ്ണിലൂടെ ഈ ലോകത്തെ നോക്കാം. നായ്ക്കളെ പോലെ തന്നെ അവരും പുലർച്ചയിലും സന്ധ്യാസമയത്തും സജീവമായി ജീവിക്കുന്നവരാണ്. ഇതവരുടെ കാഴ്ചയെ സ്വാധീനിക്കുന്നു. മനുഷ്യരെ അപേക്ഷിച്ച് മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ കണ്ടെത്തുവാൻ 6 മുതൽ 8 മടങ്ങിൽ കൂടുതൽ കോശങ്ങൾ പൂച്ചകൾക്കുണ്ട്. നമ്മൾ കടുത്ത ഇരുട്ടായി കാണുന്ന അവസ്ഥയിൽ പോലും കൂടുതൽ കാണുവാൻ ഇതവരെ പ്രാപ്തരാക്കുന്നു. അവർക്ക് മികച്ച പെരിഫറൽ കാഴ്ചയും ഇരുട്ടിൽ ചലനങ്ങൾ കണ്ടെത്താനുള്ള കഴിവുമുണ്ട്. അവരുടെ കാഴ്ചാപരിധി 200 ഡിഗ്രിയാണ്. ഇത് മനുഷ്യരുടെ 180 മുതൽ 190 ഡിഗ്രി വരെയുള്ളതിനെ മറികടക്കുന്നു. എന്നാൽ എല്ലാ കാര്യത്തിലും പൂച്ചകൾ നമ്മേക്കാൾ മുന്നിലല്ല. ഉദാഹരണത്തിന്, പകൽ വെളിച്ചം അവരുടെ പ്രധാന സമയമല്ല. നിറങ്ങൾ തിരിച്ചറിയുവാൻ മനുഷ്യർക്ക് കൂടുതൽ കോണുകൾ ഉള്ളതിനാൽ ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച്, തവിട്ട് തുടങ്ങിയ നിറങ്ങളെ വേർതിരിക്കുവാൻ നമുക്ക് സാധിക്കും. എന്നാൽ പൂച്ചകൾക്ക് ഈ നിറങ്ങൾ വളരെയേറെ സാമ്യമുള്ളതായിട്ടാണ് തോന്നുക. പൂച്ചകൾ പ്രധാനമായും നീലയോ ചാരനിറമോ കാണുന്നു എന്ന് ചിലർ വിശ്വസിക്കുന്നു. മറ്റു ചിലർ പൂച്ചയുടെ സൂചനകളുള്ള നീലയും മഞ്ഞയുമാണെന്ന് അഭിപ്രായപ്പെടുന്നു. എന്തായാലും അവരുടെ നിറം തിരിച്ചറിയാനുള്ള കഴിവ് മനുഷ്യ കാഴ്ചയേക്കാൾ കുറവാണ്. കൂടാതെ അവർക്ക് തൊട്ടടുത്തുള്ള കാഴ്ച വളരെ മോശമാണ്. മനുഷ്യർക്ക് 14 സെൻറ്റിമീറ്റർ അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയും എങ്കിലും പൂച്ചകൾക്ക് 25 സെൻറ്റിമീറ്റർ ദൂരം ആവശ്യമാണ്. ദൂരക്കാഴ്ചയും അത്ര വ്യക്തമല്ല. നമുക്ക് 30 മീറ്റർ അകലെയുള്ള ഒരു ഫുട്ബോൾ എളുപ്പത്തിൽ കാണാൻ കഴിയുമെങ്കിൽ ഒരു പൂച്ചയ്ക്ക് അത് 6 മീറ്ററിനുള്ളിലായിരിക്കണം. അതിനാൽ ഈ സുഹൃത്ത് ഒരിക്കലും ഒരു സിറ്റി പനോരമ ആസ്വദിക്കുന്നില്ല, കാരണം ദൂരെയുള്ള കാഴ്ച അവർക്ക് അവ്യക്തമാണ്. ഇനി നമുക്ക് വലിയ മൃഗങ്ങളിലേക്ക് നീങ്ങാം. ചുവന്ന തുണിയോടുള്ള വെറുപ്പിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്? കാളപ്പോരിലെ കൂറ്റൻ കാളകൾ അല്ലേ? എങ്കിലും അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. യഥാർത്ഥത്തിൽ കാളകൾ ചുവപ്പ് നിറം തിരിച്ചറിയുന്നേയില്ല. പകരം അവ വയലറ്റ്, ചാരനിറം, കറുപ്പ് അല്ലെങ്കിൽ വിവിധ തവിട്ട് നിറങ്ങൾ എന്നിവയാണ് കാണുന്നത്. സ്പെയിനിലും മറ്റു രാജ്യങ്ങളിലും നടക്കുന്ന കാളപ്പോരിൽ മാറ്റഡോർ ഒരു ചുവന്ന തുണി ഉപയോഗിച്ച് കാളയെ പ്രകോപിപ്പിക്കുന്നു. കാളകൾ ചുവപ്പിനെ വെറുക്കുന്നു എന്ന വ്യാപകമായ വിശ്വാസത്തിന് ഇതാണ് കാരണം. എന്നാൽ ആ നിമിഷം കാളയുടെ സ്ഥാനത്ത് നിങ്ങളൊരാളാണ് നിൽക്കുന്നത് എന്ന് സങ്കല്പിക്കുക. നിങ്ങൾ ഒറ്റപ്പെട്ട് മൈതാനത്തിൻ്റെ നടുവിൽ നിൽക്കുന്നു. നിങ്ങൾക്ക് ചുറ്റിലും ആയിരക്കണക്കിന് ആളുകൾ അലറുന്നു. ഇത് പ്രകോപനപരവും ആശയക്കുഴപ്പമുണ്ടാക്കുന്നതുമാണ്. തുണി വീശുന്നത് കാളയിൽ അഡ്രിനാലിൻ പ്രവാഹത്തിനും പോരാടാനുള്ള പ്രേരണയ്ക്കും കാരണമാകുന്നു. അതിനാൽ നിറമല്ല, പെട്ടെന്നുള്ള ആ ചലനമാണ് മൃഗത്തെ പ്രകോപിപ്പിക്കുന്നത്. കാളകൾക്ക് മികച്ച കാഴ്ചയും വിശാലമായ കാഴ്ചാ പരിധിയും ഉണ്ടെങ്കിലും അവർക്ക് പരിമിതമായ നിറങ്ങളെ കാണുവാൻ കഴിയും. നായ്ക്കളുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ കാളകൾക്കും സമാനമായ രീതിയാണുള്ളത്. അവർക്ക് നീല മുതൽ വയലറ്റ് വരെ, മഞ്ഞ മുതൽ പച്ച വരെയും തിരിച്ചറിയുവാൻ കഴിയും. പക്ഷേ മഞ്ഞയുടെയും നീലയുടെയും എല്ലാ ഷെയ്ഡുകളും അവർക്ക് കാണുവാൻ സാധിക്കില്ല. കാളകൾക്ക് ശരിക്കും ഇഷ്ടമല്ലാത്തത് വെളിച്ചത്തിൻ്റെയും ഇരുട്ടിൻ്റെയും തീവ്രമായ വ്യത്യാസങ്ങളാണ്. ഉദാഹരണത്തിന്, വെള്ളക്കെട്ടിടത്തിന് ചുറ്റിലുമുള്ള കറുത്ത വേലി അവരെ പരിഭ്രാന്തരാക്കും. അതുപോലെ തന്നെ വസ്തുക്കളുടെ നിഴലുകളെ അവർ കുഴികളായിട്ടാണ് കാണുന്നത്. അതേ കാരണത്താൽ സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കുന്ന വെള്ളം കുടിക്കുവാൻ കാളകൾക്ക് ഇഷ്ടമല്ല. അവർക്ക് ദൂരം കണക്കാക്കാനുള്ള കഴിവ് വളരെയേറെ കുറവാണ്. ഇനി നമുക്ക് കുതിരകളുടെ കണ്ണിലൂടെ കാണാം. അവർക്ക് ഏകദേശം 350 ഡിഗ്രി കാഴ്ചാ പരിധിയുണ്ട്. തലയുടെ വശങ്ങളിൽ കണ്ണ് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്. കുതിരയുടെ കാഴ്ചാ സൂക്ഷ്മതയും ദൂരവും പെരിഫറൽ ചലനങ്ങളുമെല്ലാം മനുഷ്യൻ്റേതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അവരിൽ ഹ്രസ്വദൃഷ്ടിയുള്ളവരും ദീർഘദൃഷ്ടിയുള്ളവരുമുണ്ട്. ഏകദേശം 23% കുതിരകൾക്ക് ഹ്രസ്വദൃഷ്ടിയും 43% കുതിരകൾക്ക് ദീർഘദൃഷ്ടിയും ഉള്ളതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കുതിരയുടെ കണ്ണുകൾ മനുഷ്യൻ്റെ കണ്ണിനേക്കാൾ 8 മടങ്ങ് വലുതാണ്. എങ്കിലും സൂക്ഷ്മമായ വിശദാംശങ്ങൾ കാണുന്നതിൽ അവ നമ്മേക്കാൾ പിന്നിലുമാണ്.
ഉദാഹരണത്തിന്, നിങ്ങൾ 9 മീറ്റർ അകലെയുള്ള വിശദാംശങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ കുതിരയ്ക്ക് അതേ വ്യക്തത ലഭിക്കണമെങ്കിൽ 6 മീറ്റർ ദൂരം ആവശ്യമാണ്. കുതിരയുടെ ഈ കാഴ്ചാ സൂക്ഷ്മത 7 വയസ്സിൽ പരമാവധി എത്തുകയും പ്രായമാകുമ്പോൾ കുറയുകയും ചെയ്യുന്നു. ശത്രുക്കളെ സമയത്ത് കണ്ടെത്തി രക്ഷപ്പെടാനാണ് അവയുടെ മികച്ച പെരിഫറൽ കാഴ്ച സഹായിക്കുന്നത്. ഇനി നമുക്ക് പക്ഷികളിലേക്ക് കടക്കാം. മൂങ്ങകളുടെ കണ്ണുകൾ തലയുടെ മുൻവശത്താണുള്ളത്. ഇത് 3 തലത്തിലുള്ള കാഴ്ച നൽകുന്നു. ദൂരം കൃത്യമായി അളക്കുവാൻ ഇത് അവരെ സഹായിക്കുന്നു. മനുഷ്യരെ അപേക്ഷിച്ച് ഇവർക്ക് നിക്റ്റിറേറ്റിംഗ് മെംബ്രെയിൻ എന്ന പേരിൽ ഒരു സുതാര്യമായ 3ാം കൺപോളയുണ്ട്. ഇത് വേട്ടയാടുമ്പോൾ അവശിഷ്ടങ്ങളിൽ നിന്നും കണ്ണിനെ സംരക്ഷിക്കുന്നു. മൂങ്ങകളുടെ കണ്ണുകൾ അസാധാരണമാം വിധം വലുതാണ്. അതിനാൽ സൂര്യാസ്തമയത്തിന് ശേഷവും കാണുവാൻ ആവശ്യമായ വെളിച്ചം അവ ശേഖരിച്ചു വെക്കുന്നു. മനുഷ്യരുടെ റെറ്റിനയിൽ ഓരോ കോണിനും 20 റോഡുകൾ വീതമുള്ളപ്പോൾ മൂങ്ങകൾക്ക് അത് 30-ൽ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇരുട്ടിൽ ചലനം കണ്ടെത്തുവാൻ അവർക്ക് ഇത്രയും കഴിവുള്ളത്. ചില മൂങ്ങകളുടെ കണ്ണുകൾക്ക് മങ്ങിയ വെളിച്ചത്തിൽ മനുഷ്യനേക്കാൾ 100 മടങ്ങിൽ കൂടുതൽ സംവേദനക്ഷമതയുണ്ട്. അടുത്തത് തത്തകളാണ്. തത്തകളുടെ കാഴ്ചാ സൂക്ഷ്മത മനുഷ്യരുമായി താരതമ്യം ചെയ്യാവുന്നതാണ്. അവയുടെ റെറ്റിനയിൽ അൾട്രാവയലറ്റ് വെളിച്ചം പിടിച്ചെടുക്കുവാൻ കഴിയുന്ന പ്രത്യേക കോണുകളുണ്ട്. തത്തകൾ സെക്കൻഡിൽ 150-ലും അധികം ഫ്രെയിമുകൾ പിടിച്ചെടുക്കുന്നു. അതിനാൽ പരിസ്ഥിതിയിലെ ചെറിയ മാറ്റങ്ങൾ പോലും അവ വേഗതയിൽ ശ്രദ്ധിക്കുന്നു. പ്രാവുകൾക്ക് 340 ഡിഗ്രി തിരശ്ചീനമായ കാഴ്ചയുണ്ട്. അൾട്രാവയലറ്റ് രശ്മികൾ പ്രതിഫലിപ്പിക്കുന്ന വസ്ത്രങ്ങൾ അവയെ പേടിപ്പിക്കാറുണ്ട്. മനുഷ്യരെക്കാൾ കൂടുതൽ ദൂരത്തിലുള്ള വസ്തുക്കളെ കാണുവാൻ അവർക്ക് സാധിക്കും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പാമ്പുകളുടെ കണ്ണിലൂടെയാണ്. 3600-ലും അധികം ഇനം പാമ്പുകളുണ്ട്. ഓരോന്നിനും അവരുടേതായ വേട്ടയാടൽ രീതികളുമുണ്ട്. പകൽ വേട്ടയാടുന്ന പാമ്പുകൾക്ക് വെളിച്ചത്തിൽ വ്യക്തമായി കാണുവാൻ സഹായിക്കുന്ന ലെൻസുകളുണ്ട്. രാത്രി സഞ്ചാരികളായ പാമ്പുകൾക്ക് അൾട്രാവയലറ്റ് വെളിച്ചം കടത്തിവിടുന്ന ലെൻസുകൾ ഉള്ളതിനാൽ രാത്രി കാഴ്ച അവർക്ക് മെച്ചമാകുന്നു. പാമ്പുകൾക്ക് കൺപോളകളില്ല. പകരം സുതാര്യമായ ശൽക്കങ്ങളാണ് കണ്ണിനെ സംരക്ഷിക്കുന്നത്. പാമ്പുകളുടെ കണ്ണിലെ ലെൻസുകൾ നമ്മുടേതിനേക്കാൾ കൂടുതൽ കോൺവെക്സ് ആണ്. ഇത് വേഗത്തിൽ ഫോക്കസ് ചെയ്യുവാൻ സഹായിക്കുന്നു. വൈപ്പർ, പൈത്തൺ തുടങ്ങിയ പാമ്പുകൾക്ക് ഇൻഫ്രാറെഡ് വികിരണം കണ്ടെത്താനുള്ള പ്രത്യേക അവയവങ്ങൾ വരെയുണ്ട്. അതിനാൽ പൂർണ്ണ ഇരുട്ടിൽ പോലും എലിയുടെയും മറ്റ് ഇരകളുടെയും താപരൂപം കാണുവാൻ അവർക്ക് സാധിക്കുന്നു. ഇനി നമ്മൾ മുതലകളിലേക്ക് നോക്കുകയാണെങ്കിൽ അവയുടെ കണ്ണുകൾ തലയുടെ വശങ്ങളിൽ മുകളിലായി ക്രമീകരിച്ചിരിക്കുന്നതാണ് കാണുന്നത്. വെള്ളത്തിനടിയിൽ കാഴ്ച നൽകുന്നതിനായി അവർക്ക് 3ാമതൊരു സുതാര്യമായ കൺപോളയുമുണ്ട്. രാത്രിയിൽ കൂടുതൽ വെളിച്ചം ഉള്ളിലേക്ക് കടത്തിവിടുവാൻ അവരുടെ കൃഷ്ണമണികൾക്ക് സാധിക്കും. മുതലകൾക്ക് വെള്ളത്തിനടിയിലും കരയിലും നിറങ്ങൾ കാണുവാൻ കഴിയും. കണ്ണുകളെ ഉള്ളിലേക്ക് വലിക്കാനുള്ള കഴിവ് പോരാട്ടത്തിനിടയിൽ അവരെ സംരക്ഷിക്കുന്നു. ഇനി നമുക്ക് അൾട്രാവയലറ്റ് തരംഗദൈർഘ്യങ്ങളെ തിരിച്ചറിയുവാൻ കഴിയുന്ന പ്രാണികളിലേക്ക് പോകാം. നമ്മുടെ കഥാപാത്രത്തിന് വിപുലമായ നിറക്കാഴ്ചയുള്ള വലിയ ഗോളാകൃതിയിലുള്ള കണ്ണുകളുണ്ട്. തുമ്പിയെ നമുക്ക് പരിചയപ്പെടാം. മനുഷ്യർക്ക് ത്രിവർണ്ണ കാഴ്ചയാണുള്ളത്. എന്നാൽ തുമ്പികൾക്ക് സ്പീഷീസുകൾ അനുസരിച്ച് 4 മുതൽ 5 തരം ഒപ്സിനുകളുണ്ട്. അതായത് തുമ്പികളുടെ ലോകം നമ്മുടേതിനേക്കാൾ കൂടുതൽ വർണ്ണാഭമാണ്. രസകരമായ കാര്യം, അവരുടെ DNA-യിൽ 11 മുതൽ 30 വരെ വിവിധ ഒപ്സിൻ ജീനുകൾ അടങ്ങിയിരിക്കുന്നു എന്നതാണ്. ജാപ്പനീസ് ജീവശാസ്ത്രജ്ഞനായ ജിയോ ഫുതാഹാഷി കണ്ടെത്തിയത് പ്രായത്തിനനുസരിച്ച് തുമ്പികൾ വ്യത്യസ്ത ഒപ്സിനുകൾ ഉപയോഗിക്കുന്നു എന്നതാണ്. ഉദാഹരണത്തിന്, മണലിൽ വിരിക്കുന്ന ലാർവകൾക്ക് നീല നിറം കാണുവാനുള്ള ഒപ്സിൻ ഉണ്ടാകില്ല. തുമ്പികൾക്ക് അൾട്രാവയലറ്റ് പ്രകാശം കാണുവാൻ കഴിയുമെന്ന് മറ്റു പല പഠനങ്ങളും തെളിയിച്ചിട്ടുമുണ്ട്. കൂടാതെ ഇരകളെ വേഗത്തിൽ കണ്ടെത്തുവാനും അവയ്ക്ക് കഴിയും. തുമ്പികളുടെ കാഴ്ച എത്ര വേഗതയുള്ളതാണെന്നതിനാൽ വെറും 0.05 സെക്കൻഡിനുള്ളിൽ ഒരു വസ്തു ഇരയാണോ എന്ന് തീരുമാനിക്കുവാൻ അവർക്ക് സാധിക്കും. നമ്മൾ സെക്കൻഡിൽ 60 ചിത്രങ്ങൾ കാണുമ്പോൾ തുമ്പി ഏകദേശം 200 ചിത്രങ്ങൾ കാണുന്നു. അതായത് നമ്മൾ കാണാത്ത വസ്തുക്കളെ പോലും തുമ്പികൾക്ക് കാണുവാൻ കഴിയും. 360 ഡിഗ്രി കാഴ്ചാപരിധിയുള്ള ഈ ജീവികൾ ഡൈനോസറുകൾക്ക് മുമ്പേ ഉള്ളവരാണ്. നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മൃഗങ്ങളും പ്രാണികളുമെല്ലാം ഈ ലോകത്തെ നമ്മിൽ നിന്നും എത്രത്തോളം വ്യത്യസ്തമായിട്ടാണ് കാണുന്നത് എന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. അവയുടെ അൾട്രാവയലറ്റ് കാഴ്ചയും ഇൻഫ്രാറെഡ് സംവേദനക്ഷമതയും അതിവേഗതയിലുള്ള ദൃശ്യങ്ങൾ പിടിച്ചെടുക്കുവാനുള്ള കഴിവും നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത സിഗ്നലുകളെ തിരിച്ചറിയുവാൻ അവരെ സഹായിക്കുന്നു. ഇത് കേവലം കാഴ്ചയുടെ വ്യത്യാസമല്ല, മറിച്ച് ഓരോ ജീവിയും അവരവരുടെ ജീവിത സാഹചര്യങ്ങൾക്കും അതിജീവനത്തിനുമായി പ്രകൃതിയാൽ വികസിപ്പിച്ചെടുത്ത അത്ഭുതകരമായ കഴിവുകളാണ്.
ഇരയെ കണ്ടെത്തുവാനും ശത്രുക്കളിൽ നിന്നും സ്വയം രക്ഷ നേടുവാനും ഈ സവിശേഷ കാഴ്ചകൾ അവരെ പ്രാപ്തരാക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് പുതിയ അറിവുകൾ നൽകി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ചുറ്റിലുമുള്ള ഈ ലോകത്തെ പഴയ അതേ കണ്ണുകളിലൂടെ ആയിരിക്കില്ല നോക്കിക്കാണുന്നത് എന്നെനിക്ക് ഉറപ്പാണ്. മൃഗങ്ങളുടെ കാഴ്ചയെക്കുറിച്ച് നിങ്ങളെ ഏറ്റവും അതിശയിപ്പിച്ച കാര്യം എന്താണ് എന്ന് താഴെ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടുകളെല്ലാം കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.